സ്റ്റോൺസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് പാർട്ട് 2. പഴയ നിയമത്തിലെ കല്ലുകൾ. കഴിഞ്ഞ പാർട്ട് 1 കൽപ്പനകൾ ദൈവം തമ്പുരാൻ 2 കല്ലുകളിൽ സ്ലേറ്റിൽ തൻ്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്തത്, അതിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ 4-5 പോയിൻറ്റുകൾ ഞാൻ പറഞ്ഞായിരുന്നു. കൽപ്പനകൾ നമുക്ക് നിത്യമായ ജീവനെ തരുന്നതിനല്ല, പാപത്തെക്കുറിച്ചുള്ള ബോധം തരാനാണ്. കൽപ്പന ലംഘിക്കുന്നത് പാപമാണ്. ദൈവം 10 കൽപ്പന തന്നിരിക്കുന്നത് അത് നമ്മൾ കാത്തുകൊണ്ടാൽ നമ്മളെ ഭാഗ്യവാന്മാരാക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ കൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്ക് മാറ്റാനൊക്കത്തില്ല. അതുപോലെ ന്യായപ്രമാണത്തിന് യേശു വന്നതോട് ന്യായപ്രമാണം നീക്കം ചെയ്തോ എന്ന് ചിലർ ചോദിക്കുമ്പം മത്തായിയുടെ സുവിശേഷം 5:17 പറയുന്നു, കൽപ്പന നിവർത്തിപ്പാനത്രേ യേശു വന്നത്. അത്രയും വെച്ച് നമ്മൾ നിർത്തിയത്. അപ്പം ദൈവകൽപ്പന ലംഘിക്കാൻ നമുക്ക് അവകാശമില്ല. ദൈവകൽപ്പന എപ്പോൾ ലംഘിക്കുന്നോ പാപം അവിടെ വരുന്നു. പാപം വരുമ്പം പാപത്തിൻ്റെ ഇഫക്റ്റ്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. റോമർക്ക് എഴുതിയ ലേഖനം 6:23. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ കണ്ടോ അവിടെയാണ്. അപ്പോഴത്തേക്ക് പുതിയ നിയമത്തിലോട്ട് കൊണ്ടുവരികയാണ്. പാപം എവിടെയുണ്ടോ അവിടെ കൽപ്പന ലംഘനം വരികയും കൽപ്പന ലംഘനം വരുന്നിടത്ത് മരണമുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ കൊന്നേച്ച് കോടതിയിലായി, ക്രിമിനൽ കോടതിയിൽ കേസ് ആർഗ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ കൊലയാളിയാണെന്ന് 2 പേര് പറഞ്ഞാൽ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഹാങ് ചെയ്യാനോ ഉള്ള വിധി ഇടാൻ ജഡ്ജിന് അധികാരമുണ്ട്. കാരണം അത് നിയമമാണ്. അതുപോലെ തന്നെയാണ് കണ്ണിന് കണ്ണ്, ചെവിക്ക് ചെവി, ജീവന് ജീവൻ. പഴയ നിയമം അങ്ങനെയാണ്. ഒരാളെ കൊന്നാൽ ഇന്നും സൗദി അറേബ്യ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ബ്ലഡ് മണി, അതായത് ആ വ്യക്തിയുടെ ജീവൻ്റെ ഒരു പൈസ കൊടുക്കുന്നിടം വരെ മറ്റവനെ ജയിലിലിടും. ബിക്കോസ് ഒരു വിലയുണ്ട് അവൻ്റെ ജീവൻ. അവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒരാൾ കൊല്ലുമ്പം ബ്ലഡ് മണി കൊടുക്കും. നമുക്ക് ആ പരിപാടിയല്ല. നമുക്ക് പറയുന്നത് ഒരാളെ കൊന്നാൽ വേറൊരാളെ അവനെ അതേപോലെ കൊന്നവനെ കൊന്നിരിക്കണം. പഴയ നിയമം ഇച്ചിരി കഠിനമായിരുന്നു. കാരണം അത് ദൈവത്തിന് ഈ കൽപ്പന കൊടുക്കുന്നത് തന്നെ മനുഷ്യൻ്റെ മനസാക്ഷി മാറിയതുകൊണ്ടാണല്ലോ. അപ്പോൾ ഹൃദയ കാഠിന്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ദൈവം അത് എഴുതി കൊടുത്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ കാണുമ്പോൾ കർത്താവാണ് നമ്മൾ പാപം ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ദൈവം ആവേദനിക്കുന്നത്. അതിന് എക്സാമ്പിളും നമുക്കിഷ്ടമുള്ള മക്കൾ. അപ്പോൾ നമ്മൾ പറയണം, മോനെ നീ പോകരുതേ, ആ ബാങ്കിലെ കാശ് എടുത്തുകൊണ്ട് പോകരുതേ, അതവിടെ കിടക്കട്ടെ നിനക്കൊരു സമയത്ത്. അപ്പോൾ അവൻ പറയില്ല, എനിക്ക് കാശ് വേണം, അത് ഞാൻ ആ കാശ് കൊടുത്ത് എൻ്റെ കൂട്ടുകാരുമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. മമ്മി നോക്കിക്കോ, ആ ബിസിനസ് ഞാൻ ശരിയാക്കി തരും. അങ്ങനെയാണ്. അത് കഴിയുമ്പോൾ ഞാൻ ഇരട്ടി കാശ് കൊണ്ട് പറഞ്ഞെന്നിരിക്കട്ടെ, എക്സാമ്പിൾ. ശരിയല്ലേ? അമ്മമാരും അപ്പോൾ എടുത്തോ മോനെന്ന് പറയും. പോയ പോക്ക് കൂടെ ഉണ്ടാവാന് വലിയ എക്സ്പീരിയൻസ് ഇല്ല, വലിയ പാപമൊന്നും ചെയ്തില്ല, മുഴുവൻ പായസം തീർന്നു പോയി. നമ്മൾ അമ്മയപ്പയും വയസ്സുകാലത്ത് എന്തെടുക്കും? ദർ ഇസ് നോ മണി. സോ വാട്ട് ഹാപ്പൻസ്? ഈ ഒരു ശാഠ്യ സ്വഭാവം കൊണ്ട് വേദനിക്കുന്ന ആരാണ്? അപ്പനും അമ്മയും. ആ കാശ് എടുത്തുകൊണ്ട് പോയപ്പോഴും വേദനിച്ച ആരാ? അപ്പനും അമ്മയും. മക്കൾക്ക് അതിനെക്കുറിച്ച് ചിന്തയില്ല. ഇനി വേറെ ഉണ്ടാക്കാം, അവർക്ക് ആയുസ്സുണ്ട്, സമയമുണ്ട്. അപ്പം നമ്മൾ എപ്പോൾ പാപം ചെയ്യുന്നോ, നിയമത്തിന് വിപരീതമായി നമ്മളെപ്പോഴും പുറത്തോട്ട് വെക്കുന്നോ, ആ സമയം എല്ലാം ദുഃഖിക്കുന്നത് യേശുവാണ്, ദൈവം തമ്പുരാൻ. പഴയ നിയമത്തിൽ പിതാവാം ദൈവം, പുത്രനെ എല്ലാവരും കൂടെ ആയിക്കോട്ടെ. അപ്പം ദൈവത്തെ അത് എങ്ങനെയാണ് പറഞ്ഞു തരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം പറയാം, നമ്മൾ അപ്പുറത്തൊരു വീട്ടിലവരുമായിട്ട് നമ്മൾ വഴക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞൊരു വലിയ വടിയോ അല്ലെങ്കിൽ ഒരു തോക്കെടുത്തുകൊണ്ട് പോവുക. തോക്കെടുത്തുകൊണ്ട് പോകുമ്പം വീട്ടിലിരിക്കുന്നവർ വേദനിക്കാൻ തുടങ്ങി. കാരണം അവൻ എന്തും ചെയ്യും അവിടെ ചെന്നിട്ട്. അപ്പം ദുഃഖിക്കുന്ന വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ വയ്യായെങ്കിലും അവരുടെ വേദന പോവുക. യേശു പറയുന്നു, നീ ഒരാളെ കൊല ചെയ്യരുത്. ഒരാളെ കൊല ചെയ്യുമ്പോൾ വേദനിക്കുന്നത് യേശുവാണ്. അവൻ്റെ നെഞ്ചത്തേണ്ടാണ് വെടിവെച്ചത്. ചിന്തിച്ചിട്ടുണ്ടോ? അവനെന്നെ ഉപദ്രവിച്ചിട്ട് ശരി, അതെന്നോട് വന്ന് പറ, ഞാനത് പ്രശ്നം പരിഹരിച്ച് തരുമായിരുന്നല്ലോ. അതായത് പ്രൊപ്പോർഷനേറ്റ് അല്ലാത്ത വിധത്തിൽ ഒരാൾ അടിച്ചെന്നും പറഞ്ഞ് അവൻ്റെ തല വെട്ടേണ്ട ആവശ്യമില്ലെന്ന്. അപ്പോൾ ഓരോ കൽപ്പന തെറ്റിക്കുമ്പോഴും കരയുന്നത് ദൈവമാണ്. അത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിനകത്തെ ചില നിയമങ്ങൾ മക്കളും കൊച്ചുമക്കളും അനുസരിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ പ്രശ്നമുണ്ട്, ഞാൻ കരയുകയാണുള്ളിൽ. ഒരമ്മയോട് ഒരു മകൻ വന്നിട്ട് ആ ഇട്ടിരിക്കുന്ന മാല ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുപോയി വാങ്ങിച്ചിട്ട് എനിക്ക് കടം വീട്ടാനാന്ന് പറയുമ്പം അവരുടെ നേരത്തെ ഉള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു, അവരുടെ ആകെ സമ്പത്ത് ഇതാണ് എങ്കിൽ ഷീ ഈസ് ഗ്രീവിങ് ഇൻസൈഡ്. അവരെ വേദനിപ്പിക്കുകയാണ്. ഇത് കൊണ്ടിട്ട് എന്തെടുക്കാൻ? കടം വീട്ടുമോ? ഇല്ല.
യു ആർ മിസ്യൂസിങ്. അപ്പം ഓരോ കാര്യത്തിലും ദൈവത്തിനെതിരായിട്ട് നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ ദൈവം കരയുന്നു. ദൈവം കരയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, ഏദൻ തോട്ടത്തിൽ ദൈവത്തിനറിയാം ആദവും ഹവ്വയും തെറ്റ് പറ്റുമെന്ന്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു പോയിൻ്റാണ്, ഹവ്വ പാപം ചെയ്തു, നന്മതിന്മയുടെ ഫലം കഴിച്ചു. ശരി, ഹവ്വ പിശാച് പറഞ്ഞതിന് അടിമയായി. ഹവ്വ വന്ന് ആദത്തിനോട് പറയുന്നു, ചിന്തിക്കുക. അപ്പോൾ ആദം പറയും, നീ എന്നെ മണ്ടത്തരായി കാണിച്ചത്, ഇന്ന് വൈകിട്ട് ദൈവം വരുന്നിടം വരെ നമുക്ക് നോക്കാം, നീ അവിടെ ഇരിക്കേ, ഞാനിവിടെ ഇരിക്കാൻ പോവുക, എന്നിട്ട് നമുക്ക് ദൈവത്തെ വരുന്നിടം വരെ കാണാം എന്നുള്ള സ്റ്റേജ് ആയിരുന്നെങ്കിൽ ചരിത്രം മാറിപ്പോകത്തില്ലായിരുന്നു. ഇല്ലേ? ഈ കിടന്ന കഷ്ടപ്പാട് വല്ലതും ഉണ്ടാകായിരുന്നു. ഞാൻ എപ്പോഴും അത് ചിന്തിക്കും. അതിനൊരു ഉത്തരം ദൈവം ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അവർ രണ്ടുപേരും കൂട്ടുനിന്നു ദൈവത്തിനെതിരായിട്ട്. ഹവ്വ പറഞ്ഞത് ആദം അങ്ങ് കേട്ടിട്ട് ഹവ്വ പറഞ്ഞതനുസരിച്ച് പല ആദവും കഴിച്ചു, നഗ്നനായി തീർന്നു. രണ്ടുപേരും നഗ്നനായി തീർന്നു. രണ്ടുപേർക്കും നഗ്നനായ ബോധം അന്നേരം, ഇതുവരെ കുഴപ്പമില്ലായിരുന്നേ, ഗ്ലോറിയസ് പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം ചുറ്റുപാടും വലിയ ഗ്ലോറി പോലെ നിന്നവരാണെന്ന് ഓർക്കണേ. ഇപ്പം നഗ്നനായി. ഇപ്പോൾ നഗ്നനായപ്പോൾ എന്ത് സംഭവിച്ചു? അത്തിവൃക്ഷത്തിൻ്റെ ഇലയെടുത്തിട്ട് വസ്ത്രമായിട്ട് നെയ്ത് ഉടുത്തുകൊണ്ടിരിക്കുകയാണ്. സൂര്യപ്രകാശം അടിക്കുന്ന നിമിഷത്തിൽ ഈ അത്തിവൃക്ഷത്തിൻ്റെ ഇല ചുരുണ്ട് പഴന്തുണി പോലാകും. നോക്കിക്കോണേ, ഒരു സത്യം, നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്ന നമ്മളെ പാപം ചെയ്തതോടുകൂടി, ഗ്ലോറി നഷ്ടപ്പെട്ടതോടുകൂടി, നഗ്നരായതോടുകൂടി ദൈവം ആടിനെ കൊന്നിട്ട് ആടിൻ്റെ തോലുകൊണ്ട് വസ്ത്രം ഉടുപ്പിച്ചു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നഗ്നത മറയ്ക്കാൻ, പാപം വന്ന നിമിഷം തൊട്ട് മനുഷ്യൻ നഗ്നത മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ഉടുക്കാൻ തുടങ്ങി. വസ്ത്രം ഉടുക്കുന്നത് മനുഷ്യൻ ആവശ്യമായി തീർന്നു പാപം മൂലം. എന്നാൽ സ്റ്റൈലും ഫാഷനും കൂടിയിട്ട് വസ്ത്രമില്ലാതെ നടക്കുമ്പോൾ ഓർക്കണം, നീ നഗ്നനാണ്. ഏദൻ തോട്ടത്തിലെ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പോലെ നിൻ്റെ നഗ്നത നീ കാണിച്ച് നടക്കുന്നെങ്കിൽ നീ യഥാർത്ഥ പാപത്തിൽ തന്നെ പിശാചിൻ്റെ അടിമയായിട്ട് നടക്കുക. അത് പറഞ്ഞല്ലേ പലരും കാശുണ്ടാക്കുന്നതല്ലേ? നഗ്നത പറഞ്ഞ്, നഗ്നത കാണിച്ച്. നമ്മളിലെല്ലാം ഈ പാപം ഒളിഞ്ഞ് കിടപ്പുണ്ട്. പക്ഷെ അത് കർത്താവ് ചോദിക്കുന്ന ഇതാണ്, എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ നീ അനുഗ്രഹം അനുഭവിക്കും, അല്ലെ എൻ്റെ കൽപ്പന തെറ്റിച്ചാൽ നീ നഗ്നനാകുകയാണ്. അപ്പം രക്ഷിക്കപ്പെടാത്ത ഏതൊരു വ്യക്തിയും നഗ്നനാണ്. ഒന്നുകൂടെ പറയാം, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് അവൻ്റെ വസ്ത്രമാകുന്ന ഗ്ലോറി, അല്ലെ അവൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരുന്നില്ല എങ്കിൽ ഞാൻ നഗ്നനാണ് ആത്മീയ ഗോളത്തിൽ. അങ്ങനെയുള്ളവർക്ക് നഗ്നത കാണിക്കും. ഈ യേശുവിനെ ഒട്ടും അറിയാൻ വയ്യാത്തവർ പിശാച് അപ്പിയർ ചെയ്യുമ്പോൾ അവന് വസ്ത്രം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവൻ നഗ്നനാണ്, കറുത്ത രൂപത്തിൽ. ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് അവൻ കറുത്ത രൂപത്തിൽ, പല മൃഗങ്ങളുടെ രൂപത്തിൽ, പല രൂപത്തിൽ അവൻ പ്രത്യക്ഷപ്പെടും. അവൻ നഗ്നനായിട്ട്, അവൻ എന്നാൽ ദൈവം അപ്പിയർ ചെയ്യുമ്പോൾ തല വരെ തൂണിയിട്ടാണ് ചിലപ്പം ദൈവം പോലും അപ്പിയർ ചെയ്യുന്നത്. തൻ്റെ വസ്ത്രം കൊണ്ട് മഹത്വം അപ്പച്ചൻ മനുഷ്യരൂപത്തിൽ കാണാൻ വേണ്ടി തൻ്റെ മുഖത്തിനെ വസ്ത്രം കൊണ്ട് മറച്ച് അപ്പച്ചൻ ഇറങ്ങി വരുന്നത്. നമുക്ക് വസ്ത്രം ഉടുക്കുന്ന നമ്മുടെ മഹത്വമായിട്ട് മാറും. നഗ്നത മറയ്ക്കാൻ വസ്ത്രം. അതുകൊണ്ടാണ് ദൈവം നിയോഗിച്ച മനുഷ്യൻ, ദൈവം ഉണ്ടാക്കിയ മനുഷ്യൻ നഗ്നത മറയ്ക്കാൻ വസ്ത്രം ധരിക്കേണ്ടത് ആവശ്യമായി വന്നത് പാപം കൊണ്ടാണ്. പിന്നെ ക്രിസ്തീയ ജീവിതത്തിന് കൽപ്പന അത്യന്താപേക്ഷിതമാണ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരുവൻ രക്ഷിക്കപ്പെടുന്നില്ല. പക്ഷെ അതറിയും, പാപമുണ്ട് എന്നുള്ള ബോധം വരും. ദൈവത്തെ ഭയപ്പെട്ട് അവനെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത് എന്ന് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 13 പറഞ്ഞു. മാനസാന്തരപ്പെട്ട ഒരു വ്യക്തിക്ക് കൽപ്പന അനുസരിക്കാൻ സഹായിക്കുന്നത് എന്ത്? ഒരു ചോദ്യമാണ്. നമ്മൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കൽപ്പന അനുസരിക്കാൻ എന്ത്? കർത്താവ് പറയുന്നത് എബ്രായ ലേഖനം 8:10 പറയുന്നത്, ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അത് തന്നെ ഫിലിപ്പിയർ 4:13 പറയുന്നുണ്ട്, നിങ്ങളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, എൻ്റെ അടുക്കെ വന്ന് സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ പറയുമ്പോൾ നിങ്ങളുടെ ഭാരങ്ങളെ ഞാൻ ഏറ്റെടുക്കും. റോമർക്ക് എഴുതിയ ലേഖനം 8:3-4 പറയുന്നത് പോലെ നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നെങ്കിൽ ആത്മീയ ഫലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ജഡത്തിലുള്ളത് മരണമാണ്, ജഡത്തിൻ്റെ ചിന്ത ദൈവത്തിന് എതിരുമാണ്.
അപ്പം സദൃശ്യവാക്യം 6:23 പറയുന്നു, കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും, പ്രബോധനത്തിൻ്റെ ശാസനകൾ ജീവൻ്റെ മാർഗവുമാണ്. കൽപ്പന എനിക്കൊരു ദീപമാണ്, ഉപദേശം ഒരു വെളിച്ചം. അതായത് ദൈവവചനം 119:105 പറയുന്നു, ദൈവവചനം കാലുകൾക്ക് ദീപവും വാതിക്ക് വെളിച്ചവുമായി മാറുന്നു. Thy word is a lamp unto my feet and a light unto my path. ആണോ? ഇതൊക്കെ ദൈവം ഇതിക്കൂടുതൽ എങ്ങനെയാട്ടോ എഴുതുന്നത്? നല്ല മനസ്സിലാകുന്ന ഭാഷയിൽ അവരവർക്ക്, ഇപ്പം മലയാളത്തിലുള്ളവർക്ക് മലയാളത്തിൽ, ഇംഗ്ലീഷുള്ളവർക്ക് അവനവനറിയാവുന്ന ഭാഷയിൽ വേദപുസ്തകം ഇപ്പം തർജ്ജമ ചെയ്തിരിക്കുകയാണ്. ഏത് ഭാഷയിലും അറിയാവുന്നവർക്കെടുത്ത് വായിക്കാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന് നിർബന്ധമാണ് ദൈവകൽപ്പന നമ്മൾ അനുസരിക്കണം. നമ്മൾ ഓരോരുത്തരെയും വലിയ വെളിച്ചമായിട്ട് ദൈവം വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ കൽപ്പന കഠിനമാണെന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ആത്മാവ് ജീവിച്ചിട്ടില്ല എന്നാണ്. അതായത് എനിക്ക് തന്ന മൊബൈൽ 1,00,000 രൂപയുടെ വിലയുള്ളതാണ്. ശരി, അതെനിക്ക് തന്ന ആൾ വിലപ്പെട്ടത്. ഞാൻ കൊണ്ടുപോയി വെള്ളത്തിനകത്തിട്ടാൽ പിന്നെ അത് വർക്ക് ചെയ്തില്ല. പിന്നെ തന്ന ആളെ ചീത്ത പറഞ്ഞിട്ട് എന്തെടുക്കാൻ? ഒരു ഗുണമില്ല. ദാറ്റ്സ് എക്സാക്ട്ലി അവർ ലൈഫ്. നമുക്ക് തന്നതിന് ചില മാനുസ്ക്രിപ്റ്റ് ഉണ്ട്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഭാഗ്യവാനായിട്ട് ദൈവജീവിതത്തിൽ. അതൊന്നും ഇന്നിപ്പം എൻ്റെ ഫണ്ടമെൻ്റൽസ് പോലും മാറിയിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന മൂലക്കല്ലേലല്ല പണിയുന്നത്. അതുകൊണ്ട് ആകെ കൂടെ താറുമാറായിരിക്കുക. പിന്നെ ഒന്നേ ചെയ്യാനൊക്കത്തുള്ളൂ, പറയുക, വചനം പറയുക. ആരും കേൾക്കുന്നില്ലെങ്കിലും കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് പറഞ്ഞു നോക്ക്. കർത്താവിൻ്റെ ശക്തി അതിന്മേൽ വ്യാപരിച്ച് വചനം ചെന്നുകൊണ്ട് കല്ലുകൾ ജീവനുള്ളതായി മാറും. പിന്നാണോ മക്കൾ മാറുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതാ കല്ലിനെ പോലും മൃദുവാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ആത്മാവ്. നിൻ്റെ കൽപ്പനകൾ കല്ലിലാണ് നീ എഴുതി കൊടുത്തത്. മനുഷ്യൻ്റെ ഹൃദയകാഠിന്യം കൊണ്ട് 10 കൽപ്പനകൾ മനുഷ്യൻ എങ്ങനെ ജീവിച്ചാലാണ് അനുഗ്രഹം കിട്ടുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും വേണ്ട ഇന്ന്. കൽപ്പനകൾ സുപ്രീം കോർട്ടിൽ വരെ വെച്ചിരുന്ന കാലം അതെല്ലാം എടുത്തു മാറ്റി. സ്കൂളുകളിൽ കൽപ്പന അറിഞ്ഞ് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അതും മാറി. വീടുകളിൽ 10 കൽപ്പനകൾ ഡിസ്പ്ലേ ചെയ്തിരുന്നു, അതും മാറി. ചർച്ചിൽ 10 കൽപ്പനകളുണ്ട്, അതും മാറി. ഇന്നിപ്പോൾ എങ്ങോട്ട് നോക്കിയാലോ കൽപ്പനകൾ പഠിക്കുന്നു. പുതിയ നിയമം ഇതെല്ലാം മാറ്റിയെന്നാണ് പറയുന്നത്. പുതിയത് മാറ്റുകയല്ല എന്ന് യേശു പറയുന്നു. ഞാൻ ഉറപ്പിക്കാനാവുന്നു. 2 കൽപ്പനയാക്കി ചുരുക്കിയും തന്നു അവസാനം. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും ആരാധിക്കുക, സ്നേഹിക്കുക. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇത് 2 കൽപ്പനയിലാക്കി തന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണം? കർത്താവെ, അതൊന്ന് അനുസരിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ ഇട്ട് തരണമേ. കല്ലുപോലുള്ള ഹൃദയം മാറ്റി മാംസളമാക്കാൻ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിൻ്റെ അടുക്കൽ വന്ന് കൃപ തരണമേ എന്ന് ചോദിക്കും. കരുണയും കൃപയും അയച്ചിട്ട് അടുത്ത തലമുറകളോടും ഞങ്ങളോടും കരുണ അയച്ച് ഞങ്ങളുടെ തലമുറകളെ രക്ഷിക്കണമേ. സൊദോം ഗൊമോറയുടെ എഫക്റ്റ്, മഹദിയാം ബാബേൽ ടവർ ഉണ്ടാക്കുന്നത്, ആ പരിപാടിയൊക്കെ ഞങ്ങൾ നിർത്തിവെച്ചിട്ട് ഈ ഇലോൺ മസ്കിനെ പോലെ എന്തൊക്കെയോ ബുദ്ധിപരമായിട്ട് ഏതൊക്കെയോ പിശാചിനടിമയായിട്ടുണ്ടാക്കി മനുഷ്യനെ അന്ധകാരത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് കുറേ പേർക്കെങ്കിലും ഈ നാശങ്ങളൊന്നും വേണ്ടാന്ന് വെക്കാനുള്ള കൃപയിട്ട് കൊടുക്കണം. പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിൽക്കുന്നത് വേണ്ട, ഒരു മിതത്വം പ്രാപിക്കാനുള്ള കൃപയിട്ട് തരണം. ശാപത്തിലേക്കും വഴി വിസ്താരമായിട്ട് തുറന്ന് നരകത്തിലേക്കുള്ള വഴികൾ അടയ്ക്കാൻ എവിടെയെല്ലാം നിൻ്റെ കുരിശ് നാട്ടണമേ. ഞങ്ങളുടെ തലമുറകളെ അതിനെടുത്ത് ഞങ്ങളെ ഉപയോഗിച്ചാട്ട് അവിടെ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. നേർവഴിക്ക് നടക്കാൻ കർത്താവ് ഒരു തീരുമാനമെടുത്താൽ ചെങ്കടലിൻ്റെ നടുക്കൂടെ വിഭജിച്ചവൻ തലമുറകളെ കൊണ്ടുവന്ന് എത്തേണ്ടടുത്ത് എത്തിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.